ഇന്നത്തെ പണി നമുക്കൊരു വെള്ളച്ചാട്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ട് 4-5 വർഷമായി. അന്നത്തെ വീഡിയോസാണിത്. അപ്പോൾ അതൊന്ന് വീഡിയോ ആക്കാമെന്നുള്ള ഇതിലാണ് ഇത് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതിന് സാധാ നാച്ചുറൽ കല്ല് തന്നെയാണ്, നമ്മളെ പാറ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഭംഗിയാക്കി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ചെയ്യുന്ന കാലത്ത് വീഡിയോസ് ഇല്ല, ഫോട്ടോസ് മാത്രം നമ്മൾ എടുത്തൊക്കെ ഉള്ളൂ. അങ്ങനെ മതിലൊക്കെ കെട്ടി സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ കരിങ്കല്ലേറ്റ് സെറ്റ് ചെയ്ത് പൈപ്പുകളൊക്കെ ഇട്ട് ഈ കോലത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിങ് എല്ലാം ചെയ്ത് അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അന്ന് വീഡിയോസ് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്ന് അങ്ങനെയുള്ള വീഡിയോ വെച്ച് കണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അന്ന് പിന്നെ ലാസ്റ്റ് എല്ലാ പണി കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണൊക്കെ നിരത്തി പുല്ലൊക്കെ ഇടാനുള്ള സെറ്റപ്പിലാക്കി. അങ്ങനെ പുല്ലിട്ടിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്ത്. പിന്നെ പെയിൻറ്റിങ് നമ്മൾ വെള്ളച്ചാട്ടത്തിന് മാത്രം പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്, അതിലൊന്നും നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അതിനി പെയിൻറ്റിങ്ങിന് വരുമ്പോൾ ചെയ്യും. അപ്പോൾ നമ്മളെ പണി ഇതോട് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത രീതിയിലല്ല, വീടുകൾക്ക് നമുക്ക് അത്യാവശ്യം ഫോട്ടോസ് എടുക്കാനും പറ്റുന്ന രീതിയിൽ അല്ല. അങ്ങനെ നമ്മൾ കരിങ്കല്ലിൻ്റെ ഇടയിൽ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ ചെടികളാണ്, അപ്പോൾ വലിയ വലിപ്പം വരാത്ത ചെടികളാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ലുക്കുമായി കാണാൻ. പിന്നെ ഒരു ചെറിയ താറാവ്, ഒരു പക്ഷി മരത്തിന് മേലെ നിൽക്കുന്നതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ചെറിയ ചില്ലറ പരിപാടികളായിട്ട് നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാണ്. വെള്ളം മരത്തിൻ്റെ ഉള്ളിൽ കൂടെ, കൊമ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന രീതിയിലും. പിന്നെ ചെറിയ കല്ല് വെച്ചിട്ട് നമ്മൾ ചെറിയ മോഡലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ 2 വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ ഫോട്ടോസ് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ ഒരു കുറച്ച് ചുമരുമേ കുറച്ച് ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്, അതിലൊക്കെ മാച്ചായ. അതാണ്